നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയായി പുതുമന ശ്രീജിത്ത് നമ്പൂതിരി രാത്രി സ്ഥാനമേറ്റു. ക്ഷേത്രത്തിൽ 12 ദിവസത്തെ ഭജന കഴിഞ്ഞായിരുന്നു സ്ഥാനമേൽക്കൽ. അടുത്ത 6 മാസമാണ് കാലാവധി. കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോടെ ജൽജീവൻ പദ്ധതിയുടെ മണ്ണുപയോഗിച്ച് സിപിഎം കോൺഗ്രസ് മെമ്പർമാരും നേതാക്കളും ചേർന്ന് വ്യാപകമായി വയലുകൾ നികത്തുകയാണെന്ന് ആരോപിച്ച് ബിജെപി രംഗത്ത്. നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നത അധികാരികൾക്ക് പരാതി നൽകിയതായും ബിജെപി നേതൃത്വം. പ്രസിദ്ധമായ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ ഓർമ്മ പെരുന്നാൾ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. പെരുന്നാളിന്റെ ഭാഗമായുള്ള ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മവും പ്രവാസി കൂട്ടായ്മയുടെ ആഘോഷവും നടന്നു. പഴഞ്ഞി പെരുന്നാൾ സിസിടിവി തത്സമയം സംപ്രേഷണം ചെയ്യും. വാഴാനി വടക്കാഞ്ചേരി പുഴയുടെ നവീകരണത്തിന്റെ ഭാഗമായി റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അന്തിമഘട്ട പരിശോധന നടന്നു. വേലൂർ പഞ്ചായത്തിലെ തണ്ടിലം, എരുമപ്പെട്ടി പഞ്ചായത്തിലെ മുട്ടിക്കൽ എന്നിവിടങ്ങളിലാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം നടത്തുന്നത്. എംഎൽഎ AC മൊയ്തീന്റെ നേതൃത്വത്തിൽ കിഫ്ബി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയായി പുതുമന ശ്രീജിത്ത് നമ്പൂതിരി സ്ഥാനമേറ്റു. ക്ഷേത്രത്തിൽ 12 ദിവസത്തെ ഭജന കഴിഞ്ഞായിരുന്നു സ്ഥാനമേൽക്കൽ. തിങ്കളാഴ്ച രാത്രി അത്താഴപൂജയും തൃപ്പുകയും കഴിഞ്ഞ് പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി സ്ഥാനചിഹ്നമായ താക്കോൽക്കൂട്ടം വെള്ളിക്കുടത്തിലാക്കി സമർപ്പിച്ച് സ്ഥാനമൊഴിഞ്ഞു. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് സ്ഥാനചിഹ്നങ്ങൾ പുതിയ മേൽശാന്തിക്ക് കൈമാറി. ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ ശ്രീജിത്ത് നമ്പൂതിരി മേൽശാന്തിയുടെ ചുമതലകൾ നിർവഹിച്ചു തുടങ്ങി. അടുത്ത 6 മാസമാണ് കാലാവധി. അത്രയും കാലം അദ്ദേഹം പുറപ്പെടാശാന്തിയായി ക്ഷേത്രത്തിനകത്തുണ്ടാകും. സ്ഥാനമൊഴിഞ്ഞ പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരിക്ക് ബഹുമതി പത്രം നൽകി ദേവസ്വം അധികൃതർ ഇല്ലത്തേക്ക് യാത്രയാക്കി. മേൽശാന്തി മാറ്റച്ചടങ്ങ് കാരണം തിങ്കളാഴ്ച രാത്രി വിളക്കെഴുന്നള്ളിപ്പ് ഉണ്ടായില്ല. കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോടെ ജൽജീവൻ പദ്ധതിയുടെ മണ്ണുപയോഗിച്ച് സിപിഎം കോൺഗ്രസ് മെമ്പർമാരും നേതാക്കളും ചേർന്ന് വ്യാപകമായി വയലുകൾ നികത്തുകയാണെന്ന് ആരോപിച്ച് ബിജെപി രംഗത്ത്. ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നത അധികാരികൾക്ക് പരാതി നൽകിയതായി ബിജെപി മെമ്പർമാരായ MV ധനീഷ്, അഭിലാഷ് കടങ്ങോട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ 2-ാം വാർഡിൽ 3-ാം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ സിപിഎം നേതാവിന്റെ നെൽവയൽ ജൽജീവൻ പദ്ധതിയുടെ മണ്ണുപയോഗിച്ച് അനധികൃതമായി നിലം നികത്തിയിരുന്നു. നാട്ടുകാരുടെ പരാതി പ്രകാരം പോലീസ് എത്തിയാണ് മണ്ണടിച്ചിരുന്ന ലോറി പിടിച്ചെടുത്ത് മണ്ണെടുപ്പ് തടഞ്ഞത്. ഇതിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസ് ഉപരോധിച്ച് സമരം നടത്തിയിരുന്നു. അതേസമയം 18-ാം വാർഡിലും കോൺഗ്രസ് മെമ്പറുടെയും ഭർത്താവായ കോൺഗ്രസ് നേതാവിന്റെയും നേതൃത്വത്തിൽ വലിയ തോതിൽ നിലം നികത്തിയിട്ടുണ്ട്. ഇതിനെതിരെ സിപിഎം പ്രതിഷേധ സമരവുമായി രംഗത്ത് വന്നിരുന്നു. സംഭവം വിവാദമായ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ സിപിഎം കോൺഗ്രസ് മെമ്പർമാർ ഒത്തുതീർപ്പിലെത്തി വയലിൽ മണ്ണടിച്ചതിനെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ട എന്ന് തീരുമാനമെടുത്തു. ഈ തീരുമാനത്തിനെതിരെ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ബിജെപി മെമ്പർ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോന്നു. നെൽവയലുകൾ കൊണ്ട് മണ്ണടിക്കാൻ പറഞ്ഞിട്ടില്ല. അവിടെ മണ്ണ് അടിച്ച് റിട്ടേൺ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി വേണം, മെമ്പർമാരെ ലെറ്റർ എഴുതി കൊടുക്കണം എന്നാണ് ആ യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് മറയാക്കിക്കൊണ്ട് അവരേനെ ആ മെമ്പർമാരെ പോലും മറയാക്കിക്കൊണ്ട് അവരെ ലെറ്റർ പേരിനെ വരും ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് അറിഞ്ഞോ അറിയാതെയോ എന്നറിയില്ല അവരിതിന് കൂട്ട് നിന്നിട്ടുണ്ട്. അവരെ കൃത്യമായിട്ട് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാര് അവരുടെ സ്ഥലമാണ്, അതായത് 3-ാം വാർഡ് മെമ്പർ ലെറ്റർ പാഡ് കൊടുത്ത് മണ്ണടിച്ചു എന്ന് പറഞ്ഞ സ്ഥലം, അത് സിപിഎമ്മിന്റെ 2-ാം വാർഡിലെ പരപ്പ് ബ്രാഞ്ച് സെക്രട്ടറിയുടെ സ്ഥലമാണ്. അപ്പോ സ്ഥല ഉടമയ്ക്കും അതുപോലെ തന്നെ ആ മണ്ണ് നിക്ഷേപിക്കുന്ന ആളുകൾക്കും കൃത്യമായിട്ട് അറിയാം ഈ സ്ഥലം നിലമാണോ അല്ലെങ്കിൽ കരഭൂമിയാണോ എന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണ് ഇതിന് പുറകിലുള്ളത്. കോൺഗ്രസും സിപിഎമ്മും ചേർന്നുള്ള ഇന്ത്യ സഖ്യം ജൽജീവൻ പദ്ധതിയുടെ മറവിൽ ഭൂമാഫിയയ്ക്ക് വേണ്ടി നിലം നികത്താൻ കൂട്ടുനിൽക്കുകയാണെന്നും പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് പരാതി നൽകുമെന്നും ബിജെപി മെമ്പർമാർ പറഞ്ഞു. വയൽ നികത്തുന്നതിനെതിരെ ജില്ലാ കളക്ടർ, RDO എന്നിവർക്കും പരാതി നൽകിയതായും ഇവർ അറിയിച്ചു. അഴിമതി നടത്തുവാനുള്ള സിപിഎം കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ ശക്തമായ പ്രതിഷേധ സമര പരിപാടികൾക്ക് രൂപം നൽകുമെന്ന് MV ധനീഷ്, അഭിലാഷ് കടങ്ങോട് എന്നിവർ അറിയിച്ചു. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം E ചന്ദ്രൻ, SC മോർച്ച മണ്ഡലം പ്രസിഡന്റ് ബാബു ആദൂർ എന്നിവരും പങ്കെടുത്തു. CCTV ന്യൂസ്, എരുമപ്പെട്ടി.
പുന്നേർകുളം മന്നലാംകുന്നിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ കരാട്ടെ ക്ലബ്ബ് കത്തി നശിച്ച നിലയിൽ. തേച്ചിൻപുരയ്ക്കൽ മുഹമ്മദ് സാലിഹിന്റെ ഉടമസ്ഥതയിലുള്ള ഡ്രാഗൺ കരാട്ടെ ക്ലബ്ബാണ് കത്തി നശിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് വിദ്യാർത്ഥികൾ സ്ഥാപനത്തിൽ എത്തിയപ്പോഴാണ് ഷീറ്റ് മേഞ്ഞ കെട്ടിടം കത്തുന്നത് കണ്ടത്. നാട്ടുകാരും ഗുരുവായൂർ അഗ്നിരക്ഷാ സേനയും ചേർന്ന് തീയണച്ചു. ജിം ഉപകരണങ്ങൾ, കരാട്ടെ മാറ്റ്, ഇലക്ട്രിക് ഉപകരണങ്ങൾ, ഓഫീസ് ഫർണിച്ചർ, മേൽക്കൂര മേഞ്ഞ ഷീറ്റ് എന്നിവ പൂർണ്ണമായി കത്തി നശിച്ചു. 3 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. അഗ്നിബാധയുടെ കാരണം വ്യക്തമായിട്ടില്ല. വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. അധികം ഈടുകളില്ലാതെ വലിയ സംഖ്യ വായ്പ നൽകാമെന്ന് പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് മുൻകൂർ തുക വാങ്ങി വഞ്ചിക്കുന്ന സംഘത്തിലെ ഒരാളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മധുര തിരുമംഗലം സ്വദേശി വെങ്കിട്ടരാമൻ മകൻ രവികുമാറാണ് അറസ്റ്റിലായത്. പഴഞ്ഞി ജെറൂസലേം സ്വദേശിയായ ദിജിൻ എന്നയാളുടെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. ഫേസ്ബുക്ക് പോലുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇയാൾ വായ്പയ്ക്കായി അപേക്ഷ ക്ഷണിച്ചിരുന്നത്. ദിജിന് 50 ലക്ഷത്തോളം രൂപയാണ് പെട്ടെന്ന് തന്നെ ലോണായി നൽകാമെന്ന് പറഞ്ഞത്. ഇതിന്റെ ആദ്യഘട്ട പ്രോസസ്സിംഗ് ഫീസായി 5 ലക്ഷം രൂപ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ തുക കൈക്കലാക്കിയ ശേഷം ഇയാൾ മുങ്ങുകയായിരുന്നു. പിന്നീട് വായ്പയൊന്നും നൽകിയില്ല. തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. കുന്നംകുളം SHO UK ഷാജഹാന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് എറണാകുളത്ത് നിന്ന് പ്രതിയെ പിടികൂടിയത്. കേരളത്തിൽ പലയിടത്തും ഇയാൾ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയതായി വിവരം ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പുന്നയൂർ പഞ്ചായത്ത് ഓഫീസിനു മുൻപിൽ മനുഷ്യച്ചങ്ങലയും ഫ്ളാഷ് മോബും ബോധവൽക്കരണ പരിപാടികളും നടത്തി. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം മുതൽ 2025 മാർച്ച് 30 അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനം വരെയാണ് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ നടത്തുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ, അർദ്ധ സർക്കാർ ഓഫീസുകൾ, വിവിധ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിസര ശുചീകരണവും വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി. പുന്നയൂർ പഞ്ചായത്ത് പരിധിയിൽ നിരോധിത പ്ലാസ്റ്റിക്കുകൾ കർശനമായി നിരോധിച്ചു എന്ന പ്രഖ്യാപനവും കേരളപ്പിറവി ദിനത്തിൽ പ്രസിഡന്റ് TV സുരേന്ദ്രൻ നിർവഹിക്കും. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ മന്ദലാംകുന്ന് ബീച്ച് പരിസരത്ത് ബോട്ടിൽ ബൂത്ത് ഉദ്ഘാടനവും ബീച്ച് പരിസര ശുചീകരണവും ശുചിത്വ റാലി, കുട്ടികളുടെ ശുചിത്വ ബോധവൽക്കരണ പരിപാടികൾ എന്നിവയും നടത്തും. പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന മനുഷ്യച്ചങ്ങലയിൽ പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, സ്ഥിരം സമിതി അധ്യക്ഷരായ KA വിശ്വനാഥൻ മാസ്റ്റർ, ഷമീം അഷ്റഫ്, AK വിജയൻ, പഞ്ചായത്ത് അംഗങ്ങൾ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MP ഇക്ബാൽ മാസ്റ്റർ, പൊതുപ്രവർത്തകർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബിജു, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ രോഹിണി സോമസുന്ദരം തുടങ്ങിയവർ സംസാരിച്ചു. ഹരിതകർമ്മസേന പ്രവർത്തകരുടെ ഫ്ളാഷ് മോബും കുട്ടികളുടെ വിവിധ ബോധവൽക്കരണ പരിപാടികളും ഉണ്ടായിരുന്നു. CCTV ന്യൂസ് പുന്നയൂർകുളം. വാഴാനി വടക്കാഞ്ചേരി പുഴയുടെ നവീകരണത്തിന്റെ ഭാഗമായി റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അന്തിമഘട്ട പരിശോധന നടന്നു. വേലൂർ പഞ്ചായത്തിലെ തണ്ടിലം, എരുമപ്പെട്ടി പഞ്ചായത്തിലെ മുട്ടിക്കൽ എന്നിവിടങ്ങളിലാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം നടത്തുന്നത്. കുന്നംകുളം MLA AC മൊയ്തീന്റെ നേതൃത്വത്തിൽ കിഫ്ബി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി. കേരള ഇറിഗേഷൻ സ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ജനറൽ മാനേജർ ശോഭ, കിഫ്ബി പ്രൊജക്ട് മാനേജർ അഭിലാഷ്, എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി, വാർഡ് മെമ്പർമാരായ PA സുബ്രഹ്മണ്യൻ, PK മാധവൻ എന്നിവരും ഉണ്ടായിരുന്നു. സ്വച്ഛ് ഭാരത് മിഷൻ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ കായിക വിദ്യാർത്ഥികൾക്കായി ബാസ്കറ്റ്ബോൾ ത്രോ നോക്കൌട്ട് മത്സരം സംഘടിപ്പിച്ചു. സീനിയർ ഗ്രൗണ്ട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ സജീഷ്, വാർഡ് കൌൺസിലർ ബിജു C ബേബി, സുനിൽകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. മത്സരത്തിൽ 1, 2, 3 സ്ഥാനക്കാർക്കുള്ള സമ്മാന വിതരണവും നടന്നു. വാർഡ് കൌൺസിലർമാർ, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, കായിക അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായുള്ള ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മവും പ്രവാസി കൂട്ടായ്മയുടെ പെരുന്നാൾ ആഘോഷങ്ങളും നടന്നു. പഴയ പള്ളിയിൽ നടന്ന സന്ധ്യാ നമസ്കാരത്തിന് ശേഷം ഇടവക വികാരി ഫാദർ ജോൺ ഐസക് പള്ളി അങ്കണത്തിൽ ഒരുക്കിയ ദീപാലങ്കാര പന്തലിന്റെ സ്വിച്ച് ഓണും കുന്നംകുളം പോലീസ് SHO UK ഷാജഹാൻ പ്രവാസി കൂട്ടായ്മ പള്ളി കവാടത്തിൽ തീർത്ത പന്തലിന്റെയും സ്വിച്ച് ഓൺ നടത്തി. ചടങ്ങിൽ സഹവികാരി ആന്റണി പൌലോസ്, പള്ളി ട്രസ്റ്റി CJ സന്തോഷ്, സെക്രട്ടറി സിൻഡോ, പ്രവാസി കൂട്ടായ്മ അംഗങ്ങളും പങ്കെടുത്തു. തുടർന്ന് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ഒട്ടകത്തെ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള പ്രവാസികളുടെ പെരുന്നാൾ ആഘോഷങ്ങൾ അങ്ങാടി ചുറ്റി അവസാനിച്ചു.
സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പെരുന്നാൾ പ്രദക്ഷിണത്തിന് കുത്തുവിളക്ക് പിടിക്കാൻ ഒരുങ്ങുകയാണ് കൈതവളപ്പ് വീട്ടിൽ ശിവദാസൻ. 17ാം തവണയായി ശിവദാസനാണ് കുത്തുവിളക്ക് പിടിക്കുന്നത്. ബുധനാഴ്ച രാത്രിയും വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്കും പ്രദക്ഷിണത്തിന് മുൻപിൽ കത്തിച്ച കുത്തുവിളക്കുമായി ശിവദാസൻ ഉണ്ടാകും. എല്ലാ ശനിയാഴ്ചയും പള്ളിയിലെത്തി പരിസരം വൃത്തിയാക്കാൻ ശിവദാസൻ എത്താറുണ്ട്. പാരമ്പര്യമായി ലഭിച്ച അവകാശം തനിമയോടെ സംരക്ഷിക്കുകയാണ് ശിവദാസൻ. തന്റെ മകൾ ശാസ്ത്രിയുടെ വിവാഹത്തിന് ക്ഷേത്രത്തിൽ താലി ചാർത്തിയ ശേഷം മാലയിടാൻ വധുവും വരനും പഴഞ്ഞി പള്ളിയിലെത്തിയിരുന്നു. അന്ന് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസാണ് നവദമ്പതികൾക്ക് മാല നൽകിയത്. പഴഞ്ഞി അരുവായി ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പൂരത്തിന് കാളക്കളി കൊണ്ടുപോകുന്നതും ശിവദാസന്റെ വീട്ടിൽ നിന്നാണ്. ഞങ്ങളുടെ കുടുംബക്കാർ മുത്തപ്പന് വിളക്ക് പിടിക്കാൻ നിയോഗിക്കപ്പെട്ട ആൾക്കാരായിട്ടാണ് ഞങ്ങളുടെ തറവാട്ടുകാരായിട്ടുള്ളത്. അത് അച്ഛനായിട്ടും അച്ചാച്ചനായിട്ടും അതിൻ്റെ ഭാഗപാത്രമായിട്ട് ഇപ്പം ഞാനും അത് കൊണ്ടാടുന്നു. പിന്നെ എല്ലാ ശനിയാഴ്ചയും മുത്തപ്പൻ്റെ പള്ളി അടിച്ച് വൃത്തിയാക്കി സന്ധ്യാനമസ്കാരത്തിന് മണി അടിക്കുന്നതിനൊക്കെ മുന്നേ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാറുണ്ട്. അതിനുള്ള ഒരു പ്രതിഫലം പള്ളി കമ്മിറ്റി കണ്ട് ഞങ്ങൾക്ക് തരാറുണ്ട്. പിന്നെ ഞങ്ങളുടേതായ എന്ത് ബുദ്ധിമുട്ടുകളും മുത്തപ്പനോട് പറഞ്ഞാൽ മുത്തപ്പൻ അത് അശേഷം തീർത്ത് തരാറുണ്ട്. ഇനി ഒരു പണിയില്ലാതെ ഇരിക്കുകയാണെങ്കിൽ നാളെ പോയി പറഞ്ഞാൽ ആ പണിയടക്കം പിറ്റേ ദിവസം കിട്ടിയിരുന്നു. അച്ഛനും അമ്മയും മരണപ്പെട്ടതിന് ശേഷം പള്ളിയിലെല്ലാ കർമ്മങ്ങൾക്കും എന്നെയാണ് അവർ വിളിക്കാറ്, ഞാനാണ് എല്ലാം ചെയ്യാറ്. ഇപ്പോൾ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം റാസയ്ക്ക് 2 നേരത്തുള്ള റാസയ്ക്കും കുത്തുകൾക്ക് പിടിക്കുന്നത് ഇന്നിലാണ് ചുമതല അർപ്പിച്ചത്. അത് ഞാൻ കൊണ്ട് നടക്കുന്നു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പോർക്കുളം മാർ ആദായ് ശ്ലീഹ സുറിയാനി പള്ളി പെരുന്നാൾ ആഘോഷിച്ചു. ചൊവ്വാഴ്ച രാവിലെ സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന അർപ്പിച്ചു. തുടർന്ന് നേർച്ച വിളമ്പൽ കൈമുത്തും ഉണ്ടായി. ഉച്ചയോടെ ആരംഭിച്ച എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് പള്ളിയിലെത്തി സമാപിച്ചു. തുടർന്ന് പാറേമ്പാടം കുരിശുപള്ളിയിലേക്ക് കൊടിയും സ്ലീബായും ഉണ്ടായി. പള്ളിയിൽ ശ്ലൈഹിക വാഴ്വും പൊതുസദ്യയും നടന്നു. പെരുന്നാളിന് വികാരി ഫാദർ ഗീവർഗീസ് ചെമ്മണ്ണൂർ, സെക്രട്ടറി CK ഡേവിസ്, ട്രഷറർ MP ജെയിംസ് എന്നിവർ അടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. കുന്നംകുളം തെക്കിയങ്ങാടി സെന്റ് മത്യാസ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാളിന് കൊടിയേറി. ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഗീവർഗീസ് തോലത്ത് കൊടിയേറ്റം നിർവഹിച്ചു. ഒക്ടോബർ 3, 4 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം. വ്യാഴാഴ്ച വൈകിട്ട് 7-ന് സന്ധ്യാ നമസ്കാരം, പ്രദക്ഷിണം, ആശീർവാദം. വെള്ളിയാഴ്ച രാവിലെ 7:30-ന് പ്രഭാത നമസ്കാരം. 8:30-ന് കുന്നംകുളം ഭദ്രാസനാധിപനും ഇടവകാംഗവുമായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിലും വൈദിക ശ്രേഷ്ഠരുടെ സഹകാർമ്മികത്വത്തിലും വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച വിളമ്പലും ഉണ്ടാകും. മരിയൻ ഭക്തിയുടെ നിറവിൽ ജപമാല മാസാചരണത്തിന് മറ്റും നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ തുടക്കമായി. ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തിനോടുള്ള ഭക്തിയും വിശ്വാസവും ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ജപമാല മാസം ആചരിക്കുന്നത്. മറ്റും നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ ജപമാല മാസാചരണം രജത ജൂബിലി 1 മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെയാണ് സംഘടിപ്പിക്കുന്നത്. 1-ാം തീയതി മുതൽ 21-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ തീർത്ഥകേന്ദ്രത്തിന്റെ അടിവാരത്തിൽ നിന്ന് വൈകിട്ട് 7 മണിക്ക് ജപമാല പ്രദക്ഷിണമുണ്ടാകും. കുടുംബ കൂട്ടായ്മകളുടെയും ഇടവകയിലെ ഭക്തസംഘടനാ യൂണിറ്റുകളുടെയും നേതൃത്വത്തിലാണ് ജപമാല പ്രദക്ഷിണം നടക്കുക. ഒക്ടോബർ 22 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിൽ ഇടവക ദേവാലയത്തിൽ രാവിലെ 6:30-നും വൈകിട്ട് 6-നും ദിവ്യബലി നടക്കും. വൈകിട്ടുള്ള ദിവ്യബലിക്കു ശേഷം ഇടവക ദേവാലയത്തിൽ നിന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് ആഘോഷമായ ജപമാല റാലി, ആശീർവാദം, നേർച്ച വിതരണം എന്നിവ നടക്കും. എല്ലാ ഞായറാഴ്ചകളിലും ജപമാല പ്രദക്ഷിണത്തിനു ശേഷം മരിയൻ പ്രഭാഷണവും ആരാധനയും ഉണ്ടാകും. ജപമാല മാസാചരണം സമാപനത്തോടനുബന്ധിച്ച് ആശീർവാദം, ദീപാലങ്കാരം, നേർച്ചകൂട്ട് വിതരണം എന്നിവ ഉണ്ടായിരിക്കും. ഒക്ടോബർ 1 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിലായാണ് കത്തോലിക്ക വിശ്വാസികൾ ജപമാല മാസം ആചരിക്കുക. പരിപാടികൾക്ക് വികാരി ഫാദർ ഡോക്ടർ ഷാജു ഊക്കൻ, സഹവികാരി ഫാദർ ജോയൽ ചിറമൽ, കൈക്കാരന്മാരായ ജോൺസൺ കാക്കശ്ശേരി, PA സ്റ്റീഫൻ, TK ജോയ്, CT ജോൺസൺ എന്നിവർ നേതൃത്വം നൽകും. CCTV ന്യൂസ്, കേച്ചേരി. ക്രിക്കറ്റ് കളിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ച ബിനു ഗോപിയുടെ കുടുംബത്തെ സഹായിക്കാൻ കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ ക്രിക്കറ്റ് കളിക്കാരുടെയും കായിക പ്രേമികളുടെയും കൂട്ടായ്മയായ കുന്നംകുളം ക്രിക്കറ്റേഴ്സ് സമാഹരിച്ച 1,14,750 രൂപ സഹായ സമിതി ഭാരവാഹികൾക്ക് കൈമാറി.
3 മാസം മുൻപാണ് പെരുമ്പിലാവ് ആൽത്തറ മേനൂത്ത് 41 വയസ്സുള്ള വിനു ഗോപി ബംഗളൂരു കോടിഹള്ളിയിലെ ചഷ്വ സ്പോർട്സ് പാർക്ക് മൈതാനത്ത് ബാറ്റ് ചെയ്യുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചത്. പെരുമ്പിലാവ് അൻസാർ സ്കൂളിൽ നിന്നും പെരുമ്പിലാവ് ജംഗ്ഷനിലേക്ക് വന്നിരുന്ന കാറും കുന്നംകുളം ഭാഗത്തു നിന്ന് മറ്റൊരു വാഹനത്തെ മറികടന്നെത്തിയ ചരക്ക് മിനി ലോറിയും കൂട്ടിയിടിച്ച അപകടം. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 11:30 അൻസാർ സ്കൂളിന് മുൻവശത്തായിരുന്നു സംഭവം. ഗതാഗതം അല്പസമയം തടസ്സപ്പെട്ടെങ്കിലും പിന്നീട് പോലീസിന്റെ നിർദ്ദേശാനുസരണം ഇടിച്ച വാഹനങ്ങൾ നാട്ടുകാരുടെ സഹായത്തോടെ റോഡരികിലേക്ക് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ വലതുവശം തകർന്നു. സ്കൂളിന് മുന്നിൽ കാഴ്ച മറച്ചുകൊണ്ടുള്ള വാഹനങ്ങളുടെ സ്ഥിരമായ പാർക്കിംഗാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിന്റെ പ്രവർത്തന കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. അജിത് എം ചീരൻ പ്രസിഡന്റ്, ബെൻസൺ വിൻസെന്റ് വൈസ് പ്രസിഡന്റ്, എം രാമദാസ് സെക്രട്ടറി, ഗിൽബർട്ട് പാറമേൽ ജോയിന്റ് സെക്രട്ടറി, വർഗീസ് തമ്പി ട്രഷറർ, ബോർഡ് അംഗങ്ങളായി സന്തോഷ് ഗീവർ, ഡോക്ടർ ആന്റണി മാസ്റ്റർ, സി ഗിരീഷ് കുമാർ, ബൈജു സി പാപ്പച്ചൻ, എം ബിജുപാൽ, നെൽസൺ ഐപ്പ് എന്നിവരെയും തെരഞ്ഞെടുത്തു. വെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവന്ന സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ദ്വിദിന ക്യാമ്പ് സമാപിച്ചു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ AK സുബൈർ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ P അജയൻ, വാർഡ് മെമ്പർ പ്രിയ, പ്രധാന അധ്യാപിക V രാധിക, SMC ചെയർമാൻ A നിഷിൽ, പ്രിൻസിപ്പൽ നൂർ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകരായ സജി ജേക്കബ്, രാജലക്ഷ്മി, സായി പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. കല അഭ്യസിക്കാൻ പ്രായം ഒരു തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് 74-കാരിയായ മേരി ചേച്ചി. കോട്ടപ്പടി ഗ്രാമീണ വായനശാലയുടെ സജീവ പ്രവർത്തകയായ കൊച്ചുമേരി ചേച്ചി ഇപ്പോൾ നാടക പരിശീലനത്തിലാണ്. ഒക്ടോബർ 13-ന് ആദ്യ അവതരണം നടത്തുന്ന അതിരാണി പൂക്കൾ എന്ന നാടകത്തിലെ പ്രധാന കഥാപാത്രമായ മാത്രിയെ അവതരിപ്പിച്ചുകൊണ്ടാണ് മേരി ചേച്ചിയുടെ അരങ്ങേറ്റം. ഒക്ടോബർ 1 ലോക വയോജന ദിനം. ഞമ്മനങ്ങാട് തിയേറ്റർ വില്ലേജ് അവതരിപ്പിക്കുന്ന 41ാമത് നാടകത്തിന് മുന്നോടിയായാണ് കോട്ടപ്പടി ഗ്രാമീണ വായനശാലയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച അഭിനയ പരിശീലന കളരിയിലൂടെ 74-കാരിയായ മേരി ചേച്ചി അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ അനുഭവങ്ങളാണ് ശരിക്കും ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്. അത് ആ ഒരു മെത്തേഡ്, ആ ഒരു അനുഭവങ്ങളെ തന്നെയാണ് ഈ നാടകത്തിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത്. മേരിജി നമ്മുടെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പെർഫോമൻസ് വൈസ്, അതേപോലെ ആ ക്യാമ്പിൽ മേരിജി കാണിക്കുന്ന ഒരു വേറെ തരത്തിലുള്ളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഞാനും ഇടയ്ക്ക് പിടിവിട്ട് പോകുമ്പോൾ എന്നെ നിയന്ത്രിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും പ്രായം നമുക്കതൊരു ഫീൽ ചെയ്യണില്ല. ഇപ്പം നമ്മുടെ കൂട്ടത്തിലൊരാള്. പ്രശസ്ത നാടക പ്രവർത്തകരായ പ്രൊബീർ ഗുഹ, വിജയകുമാർ തഞ്ചാവൂർ എന്നിവരുടെ കീഴിൽ പരിശീലനം നേടിയ മേരി ചേച്ചി ഇതിനകം 3 ഷോർട്ട് ഫിലിമുകളിലും ഒരു മ്യൂസിക് ആൽബത്തിലും അഭിനയിച്ചു. ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് യൂട്യൂബിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചിങ്ങവയിൽ 24 എന്ന ഓണപ്പാട്ട് വീഡിയോയിൽ പ്രശസ്ത സിനിമാ നടൻ മീനാരാജ് പള്ളുരുത്തിയുടെ ഭാര്യയായാണ് അഭിനയിച്ചത്. കോട്ടപ്പടി ചിറമൽ വീട്ടിൽ കൊച്ചു മാത്യു, ഏലിയക്കുട്ടി ദമ്പതികളുടെ 2 മക്കളിൽ ഒരാളായ കൊച്ചുമേരി പ്രതികൂല സാഹചര്യങ്ങൾ കാരണം 7ാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിച്ചു. ഭർത്താവ് മുട്ടത്ത് ജേക്കബ് 2013-ൽ മരണപ്പെട്ടതിനു ശേഷം അനുഭവിക്കേണ്ടി വന്ന കടുത്ത ഏകാന്തതയെ മറികടക്കുവാനാണ് മേരി ചേച്ചി പുസ്തക വായനയും സാംസ്കാരിക പ്രവർത്തനവും നാടക പ്രവർത്തനവും തെരഞ്ഞെടുത്തത്. മനസ്സിന് നല്ലൊരു സന്തോഷമാണ്. ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ എന്നെ പോലെ ഈ പ്രായമുള്ളവരിങ്ങനെ വീട്ടിലിരിക്കാതെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളിലേക്ക് വരണം. അപ്പോൾ അവർക്ക് തന്നെ നല്ലൊരു ഇത് തോന്നും. ഇത് വീട്ടിൽ നേരം വെളുത്ത് സന്ധ്യാവോളം ഓരോ അടുക്കള പണികളും ചെയ്ത് ആ പുകയും തട്ടി, അതല്ലാതെ അവർ ഇങ്ങനത്തെ പല കാര്യങ്ങൾക്ക് ഏർപ്പെട്ട എല്ലാവർക്കും നല്ലൊരു ജീവിതത്തിൽ നല്ലൊരു ഹോബി ആയിരിക്കും, നല്ല സന്തോഷമായിരിക്കും. ഒക്ടോബറിൽ ഷാജി നിഴൽ സംവിധാനം ചെയ്യുന്ന അതിരാണി പൂക്കൾ നാടകാവതരണത്തിന് ശേഷം നവംബർ 1-ന് മേരി ചേച്ചി മുഖ്യ കഥാപാത്രമായ ഉച്ചപ്രാന്ത്, കണക്ക് പുസ്തകം, സമാധാന സമ്മേളനം എന്നീ ഹ്രസ്വചിത്രങ്ങളുടെ പ്രദർശനവും കോട്ടപ്പടി ഗ്രാമീണ വായനശാല സംഘടിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് CCTV. കേരള
സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ കുന്നംകുളം ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനാചരണവും സംഘടനയിലെ 75 വയസ്സ് പൂർത്തീകരിച്ച അംഗങ്ങളെ ആദരിക്കലും സംഘടിപ്പിച്ചു. ടൗൺ ഹാളിലെ CV ഹാളിൽ നടന്ന ആദര ചടങ്ങ് ബ്ലോക്ക് രക്ഷാധികാരി പ്രൊഫസർ PS വിഷ്ണു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് MK സുകുമാരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് സെക്രട്ടറി CG ജോബ്രാജ് ആമുഖ പ്രഭാഷണം നടത്തി. വയോജനങ്ങളും പ്രകൃതി ചികിത്സയും എന്ന വിഷയത്തിൽ ഡോക്ടർ റിനില മേരി ജോബ്സൺ പ്രഭാഷണം നടത്തി. 75 വയസ്സ് പൂർത്തീകരിച്ച സംഘടനയിലെ 22 അംഗങ്ങളെ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. KSSPU ജില്ലാ കമ്മിറ്റി അംഗം KG പാറുക്കുട്ടി, ബ്ലോക്ക് ട്രഷറർ PP ത്രേസ്യ, ബ്ലോക്ക് വനിതാവേദി കൺവീനർ CD ലൂസി, സെൻട്രൽ യൂണിറ്റ് സെക്രട്ടറി മേരി ഉതുപ്പ്, സൗത്ത് യൂണിറ്റ് സെക്രട്ടറി രാജഗോപാൽ, നോർത്ത് യൂണിറ്റ് സെക്രട്ടറി ഡെന്നി ജോബ് എന്നിവർ സംസാരിച്ചു. യോഗത്തിന് ബ്ലോക്ക് സാംസ്കാരിക വേദി കൺവീനർ VC ഗീവർഗീസ് സ്വാഗതവും ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി PK വേലു നന്ദിയും പറഞ്ഞു. 87 വയസ്സുള്ള പൗളിൻ തോമസിനെ വയോജന ദിനത്തിൽ സന്ദർശിച്ച വിദ്യാർത്ഥികൾ. മറ്റം സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പൗളിൻ തോമസിനെ വീട്ടിലെത്തി ആദരിച്ചത്. കഥ പറഞ്ഞും കവിത ചൊല്ലിയും പഴയകാല സ്കൂൾ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പൗളിൻ തോമസ് കുട്ടികളുടെ ഒപ്പം കൂടി കുട്ടിക്കാലത്തേക്ക് തിരിച്ചുപോയി. പ്രധാനാധ്യാപിക CT കൊച്ചുത്രേസ്യ പൗളിൻ തോമസിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. അധ്യാപകരായ മോണിക്ക V തോമസ്, ഷിബി K ആന്റണി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ PJ സ്റ്റൈജു വയോജനദിന സന്ദേശം നൽകി. വിദ്യാർത്ഥികളായ ബദ്രിനാഥ്, ഐവിൻ പീറ്റർ, സഹൽ, ആദി, നോബിൻ, ആരേഷ് എന്നിവർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. മധുരവിതരണവും നടത്തി. ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ മുതിർന്നവരോടുള്ള സ്നേഹവും കരുതലും പഠിപ്പിക്കാനും ബോധ്യപ്പെടുത്താനുമാണ് ഇത്തരം ചടങ്ങുകൾ സംഘടിപ്പിച്ചതെന്ന് കോർഡിനേറ്റർ മോണിക്ക തോമസ് പറഞ്ഞു. CCTV ന്യൂസ്, കേച്ചേരി. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുണ്ടത്തിക്കോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വയോജന ദിനം ആചരിച്ചു. പ്രസിഡന്റ് രാജു മാരാത്ത് ഉദ്ഘാടനം ചെയ്തു. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് MK മുഹമ്മദ് കുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി MM രഘുനാഥൻ സ്വാഗതവും ട്രഷറർ CL പിയൂസ് നന്ദിയും പറഞ്ഞു. KS കറിയ മാസ്റ്റർ വയോജന സന്ദേശം നൽകി. TK ലീല, MK ശാന്ത എന്നിവർ സംസാരിച്ചു. 107 വയസ്സിലേക്ക് പ്രവേശിക്കുന്ന ആര്യമ്പാടം പട്ടാര രാഘവനെ യൂണിറ്റ് പ്രസിഡന്റ് രാജു മാരാത്ത് പൊന്നാടയണിയിച്ച് ആദരിച്ചു. CPIMന്റെ സമുന്നത നേതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ 2ാം ചരമവാർഷിക ദിനം ആചരിച്ചു. CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്രാഞ്ചുകളിൽ പതാക ഉയർത്തി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ചിറ്റാട്ടുകരയിൽ നടന്ന അനുസ്മരണ ചടങ്ങ് ലോക്കൽ സെക്രട്ടറി PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. BR സന്തോഷ് അധ്യക്ഷത വഹിച്ചു. TK ചന്ദ്രൻ, ജിയോ ഫോക്സ്, AC രമേശ് എന്നിവർ സംസാരിച്ചു. മരത്തംകോട് അൽ മജ്ലിസ് അജ്മീറുൽ ഫാറൂഖി സ്വാലത്ത് വാർഷികവും ഗ്രാൻഡ് മിലാദും റാലിയും സംഘടിപ്പിച്ചു. മരത്തംകോട് ഫാറൂഖിയ നഗറിൽ നിന്ന് ആരംഭിച്ച ഗ്രാൻഡ് മിലാദ് റാലിക്ക് ശേഷം രാത്രി പൊതുസമ്മേളനവും തുടർന്ന് ബുർദ മജ്ലിസ് ആൻഡ് ഇശൽ വിരുന്നും ഉണ്ടായി. മൻസൂർ അലി ദാരിമി ഹുബ്രുസിൽ പ്രഭാഷണം നടത്തി. പ്രാർത്ഥനാ സമ്മേളനത്തിന് മരത്തംകോട് അഷ്റഫ് ഉസ്താദ് നേതൃത്വം നൽകി. ശേഷം അന്നദാനവും ഉണ്ടായി. എളവള്ളി പഞ്ചായത്തിലെ നെൽകർഷകർക്ക് സൗജന്യ നെൽവിത്ത് വിതരണം ആരംഭിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. വാഗ കാക്കത്തുരുത്തി പാടശേഖര സമിതി പ്രസിഡന്റ് P ശിവശങ്കരൻ അധ്യക്ഷനായി. എളവള്ളി കൃഷി ഓഫീസർ CR രാഗേഷ്, പാടശേഖര സമിതി ഭാരവാഹികളായ PP മോഹനൻ, KP സണ്ണി, പ്രദീപ് തൊമ്മിൽ എന്നിവർ സംസാരിച്ചു. കിലോയ്ക്ക് 42 രൂപ വിലയുള്ള ഉമാവിത്താണ് സൗജന്യമായി വിതരണം ചെയ്യുന്നത്. 1 ഏക്കർ കൃഷിക്ക് 25 കിലോ നെൽവിത്ത് നൽകും. ഗ്രാമപഞ്ചായത്തിലെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി നീക്കിവച്ചിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് സീഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ നിന്നാണ് വിത്ത് ലഭ്യമാക്കുന്നത്. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ മുണ്ടകൻ കൃഷിയുടെ ഭാഗമായി വാഗ കാക്കത്തിരുത്തി, വാഗ കുണ്ടുപാടം, ബ്രാലായി കാട്ടുപാടം, കോക്കൂർ പാടം, കുറ്റിക്കാട് പാടം എന്നീ പാടശേഖരങ്ങൾക്കാണ് പദ്ധതിയുടെ ഭാഗമായി വിത്ത് ലഭിക്കുന്നത്. 19 ടൺ നെൽവിത്താണ് വിതരണത്തിനായി ഇറക്കിയിട്ടുള്ളത്. ജനകീയാസൂത്രണ പദ്ധതി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് 1 ഏക്കറിന് 25 കിലോ നെൽവിത്ത്, നെൽവിത്ത് കേരള സ്റ്റേറ്റ് സീഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ നിന്നും വരുത്തി എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 7 പാടശേഖരങ്ങളിലെ കർഷകർക്ക് സൗജന്യമായി വിതരണം ചെയ്യുകയാണ്. 8 ലക്ഷം രൂപയോളമാണ് എല്ലാ വർഷം എളവള്ളി ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതിക്ക് വേണ്ടി നീക്കിവെക്കുന്നത്. കർഷകരോട് ഒന്നിച്ച് നിന്നുകൊണ്ട് പോകുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് എന്ന നിലയ്ക്ക് കർഷകരുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോവുകയും ഒപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള വിത്ത് സൗജന്യമായി നൽകുകയുമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. CCTV ന്യൂസ്, കേച്ചേരി.
വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം ASN നമ്പീശൻ ഹാളിൽ പ്രസിഡന്റ് TM വേണുവിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ PK ബാലമുരളി മാസ്റ്റർ സ്വാഗതവും ആശാ രാജീവ് നന്ദിയും പറഞ്ഞു. ബാങ്ക് വൈസ് പ്രസിഡന്റ് K പ്രഭാകരൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവത്തിനിടയിൽ വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങാകാൻ NSS വിദ്യാർത്ഥികളുടെ പലഹാരക്കട. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് NSS നിർമ്മിച്ചു നൽകുന്ന വീടുകൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് പലഹാരങ്ങളും മിഠായിയും ഉപ്പിലിട്ടതും ശീതളപാനീയങ്ങളും അടങ്ങുന്ന ലഘുഭക്ഷണശാല ഒരുക്കിയത്. ഹയർ സെക്കൻഡറി വിഭാഗം NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ലഘുഭക്ഷണശാല തയ്യാറാക്കിയത്. വിദ്യാർത്ഥികളും അധ്യാപകരും വിവിധ സ്കൂൾ സമിതി അംഗങ്ങളും NSSന്റെ ഉദ്യമത്തിൽ പങ്കാളികളായി. ആദൂർ മഹാത്മാ ലോവർ പ്രൈമറി സ്കൂളിൽ കായികോത്സവം നാഷണൽ റെസ്ലിംഗ് ചാമ്പ്യനും പൂർവ്വ വിദ്യാർത്ഥിയുമായ MR റയീസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PA മുഹമ്മദ് കുട്ടി അധ്യക്ഷനായി. വിവിധ ഇനങ്ങളിലായി 100ഓളം കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. PTA പ്രസിഡന്റ് ബിജു എയ്യാൽ, നാസിമ ഷക്കീർ, അധ്യാപകരായ ഫൈസൽ, ശോഭ, ഷീബ, സിൽവി, എസിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിജയികളായ റെഡ് ഹൌസിന് പ്രധാന അധ്യാപിക ഗീത ട്രോഫി സമ്മാനിച്ചു. പുന്നേർകുളം കുന്നത്തൂർ വയോമിത്രം ക്ലബിന്റെ നേതൃത്വത്തിൽ വയോജന ദിനാചരണം നടത്തി. കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ സാംസ്കാരിക കേന്ദ്രത്തിൽ നടത്തിയ വയോമിത്രം സംഗമം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി NSS സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ രഞ്ജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഓൺലൈനായി ആശംസകൾ നേർന്നു. BAMS ഉന്നത വിജയം നേടിയ ഡോക്ടർ ഉണ്ണിമായെയും വയോമിത്രം ക്ലബ്ബ് കോർഡിനേറ്ററും ജില്ലാ രജിസ്ട്രാറായി വിരമിച്ച ഷാജു ചെറുവത്തൂരിനെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് പ്രായമായവരെ ആദരിക്കൽ, അനുഭവം പങ്കുവയ്ക്കൽ, കലാപ്രകടനങ്ങളും ഉണ്ടായി. പുന്നേർകുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് P ഗോപാലൻ സംസാരിച്ചു. പാലിയേറ്റീവ് മെമ്പർമാരായ അഭയം മൈമുന, കൂട്ടായ്മ പ്രസിഡന്റ് ഹുസൈൻ മാസ്റ്റർ, കാരുണ്യം കുഞ്ഞുമുഹമ്മദ്, രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. പുന്നേർകുളം പഞ്ചായത്തിലെ 80 വയസ്സ് കഴിഞ്ഞും വിവിധ മേഖലകളിൽ സജീവമായി പ്രവർത്തിക്കുന്നവരെയും സംഘടനയിലെ അംഗങ്ങളായവരെയും 20ഓളം പേരെ ചടങ്ങിൽ ആദരിച്ചു. വയോമിത്രം ക്ലബ്ബ് പ്രസിഡന്റ് VK ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അരക്കൽ ഉമ്മർ മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി. സെക്രട്ടറി KA വേണുഗോപാൽ സ്വാഗതവും ട്രഷറർ PL ഫ്രാൻസിസ് നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് പുന്നേർകുളം. വയോജന ദിനത്തിൽ ആനത്താവളം സന്ദർശിച്ച മുതിർന്ന പൌരന്മാർക്ക് ഗുരുവായൂർ ദേവസ്വം ഹൃദ്യമായ വരവേൽപ്പ് നൽകി. പറപ്പൂർ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി നടത്തിയ സൗജന്യ വിനോദയാത്രയുടെ ഭാഗമായി 400ഓളം വയോജനങ്ങളാണ് ആനത്താവളത്തിലെത്തിയത്. 8 ബസ്സുകളിലായി എത്തിയ സംഘത്തെ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ജീവധനം DAKS മായാദേവി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് സംഘത്തിന് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രസാദൂട്ട് നൽകി. ആനത്താവളത്തിൽ പ്രത്യേകം പന്തലൊരുക്കിയാണ് പ്രസാദൂട്ട് വിളമ്പിയത്. ജനപ്രതിനിധികൾ, ആശാവർക്കർമാർ, അങ്കണവാടി അധ്യാപകർ എന്നിവർക്കൊപ്പം ഡോക്ടർമാരും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി ട്രസ്റ്റിമാരായ വത്സ ചേറു, AK അറുമുഖൻ, സാൻഡി ഡേവിഡ്, ശ്രീകല കുഞ്ഞുണ്ണി, കോർഡിനേറ്റർ CD ജോസൺ, സൈമൺ കുന്നത്ത്, മാനേജർ ഡാർവിൻ K വിൽസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ പുരാതന നായർ തറവാട്ട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ കിറ്റ് സമ്മാനിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ ശോഭ ഹരിനാരായണൻ വയോജന ദിന സന്ദേശം നൽകി. തറവാട്ട് കൂട്ടായ്മ പ്രസിഡന്റ് KT ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. ബാലൻ വാറനാട്ട്, രവി ചങ്കത്ത്, ശശി കേനാടത്ത്, ശ്രീധരൻ മാമ്പുഴ, ജയറാം ആലയ്ക്കൽ, മുരളി അകമ്പടി, രവി വട്ടരങ്ങത്ത്, നിർമ്മല നായകത്ത്, ഉദയശ്രീ ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. ചിറവനേങ്ങാട് കോൺകോഡ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉസ്വത്തുന്നബി എന്ന പേരിൽ തിരുനബിയുടെ ജീവിതം ദർശനം എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചു. സ്കൂൾ ചെയർമാൻ പെൻകോ ബക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഗുത്തുബ സ്റ്റേറ്റ് സെക്രട്ടറി മുഹമ്മദ് സ്വാലിഹ് അൻവരി ചേകന്നൂർ, ഇയാൾ സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ, പ്രശസ്ത സാഹിത്യകാരൻ P സുരേന്ദ്രൻ എന്നിവർ ക്ലാസ് നയിച്ചു. സുന്നി വോയ്സ് ദ്വൈവാരിക എഡിറ്റർ ഇബ്രാഹിം സഖാഫി പുഴിക്കാട്ടിരി മോഡറേറ്ററായി. പ്രോഗ്രാമിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധം അവതരിപ്പിച്ചു. മഹമുദുൽ ഹസൻ അൽസനി മലപ്പുറം മുഖ്യാതിഥിയായി. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഉമ്മർ കടങ്ങോട്, സ്കൂൾ മാനേജർ RM ബഷീർ, പ്രിൻസിപ്പാൾ PM ഹംസ, ട്രസ്റ്റ് ട്രഷറർ അബു ഹാജി കൊമ്പത്തയിൽ, ജോയിന്റ് സെക്രട്ടറി AM മുഹമ്മദ് കുട്ടി, PTA പ്രസിഡന്റ് സുബൈർ, ഹയർ സെക്കൻഡറി വിഭാഗം മേധാവി മുഹമ്മദ് ലുഖ്മാൻ ബുഖാരി, പ്രോഗ്രാം കോർഡിനേറ്റർ AV ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു.
സന്നദ്ധ രക്തദാന ദിനത്തിൽ രക്തദാതാക്കൾക്ക് ആദരമൊരുക്കിയ അധ്യാപകൻ. തൃശൂർ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂടെ നിൽക്കുന്നവർക്കും പൊതിച്ചോർ വിതരണം ചെയ്യുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ രക്തവും ദാനം ചെയ്യുന്ന സ്നേഹവിപ്ലവം കണക്കിലെടുത്താണ് ആദരമൊരുക്കിയത്. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ സന്നദ്ധ രക്തദാന പ്രവർത്തകരെയാണ് ആദരിച്ചത്. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനും 78 തവണ രക്തദാനം നടത്തിയിട്ടുള്ള PJ സ്റ്റൈജുവാണ് വേറിട്ട ആദരണത്തിന് നേതൃത്വം നൽകിയത്. കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല കേശവേട്ടൻ സ്മൃതി മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ രക്തദാതാക്കളായ പ്രവർത്തകരെ സ്റ്റൈജു മാസ്റ്റർ രക്തബന്ധു പുരസ്കാരം നൽകിയാണ് ആദരിച്ചത്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ ആദരച്ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ഷീബ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വായനശാല പ്രസിഡന്റ് ബാലകൃഷ്ണൻ നരിയമ്പുള്ളി, സെക്രട്ടറി BK ദാസൻ, സുവീഷ് പുല്ലാനിക്കുന്ന, VA അരുൺ, അശോകൻ, മനീഷ്, റിനീഷ്, VD ബിജു തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഗുരുവായൂർ ടൗൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയോജന ദിനം ആഘോഷിച്ചു. ബ്ലോക്ക് സെക്രട്ടറി KV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് M രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വയോജനങ്ങളും ജീവിതശൈലി രോഗങ്ങളും എന്ന വിഷയത്തിൽ ഹുസൈൻ ഗുരുവായൂർ ക്ലാസ് എടുത്തു. PI സൈമൺ, RV അലി, ജോർജ് പോൾ നീലങ്കാവിൽ, P ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മത്സരങ്ങളും നടന്നു. സ്വച്ഛ് ഭാരത് മിഷൻ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, UP വിദ്യാർത്ഥികൾക്കായുള്ള പ്രസംഗ മത്സരവും പെയിന്റിംഗ് മത്സരവും സംഘടിപ്പിച്ചു. CV ശ്രീരാമൻ സ്മാരക ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച മത്സരം നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ മിനി മോൺസി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിഭാഗം ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി P ജോൺ സ്വാഗതം പറഞ്ഞു. നഗരസഭാ സെക്രട്ടറി KB വിശ്വനാഥൻ, പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ സജീഷ് എന്നിവർ സംസാരിച്ചു. ആരോഗ്യ വിഭാഗം സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ രഞ്ജിത്ത് നന്ദി പറഞ്ഞു. പ്രസംഗ മത്സരത്തിലും പെയിന്റിംഗ് മത്സരത്തിലും 1, 2, 3 സ്ഥാനക്കാർക്കുള്ള സമ്മാന വിതരണവും പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റും ചടങ്ങിൽ കൈമാറി. വാർഡ് കൌൺസിലർമാർ, നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ സന്നിഹിതരായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ ദിനത്തിൽ CPM പുന്നയൂർ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിൽ വിവിധയിടങ്ങളിൽ പതാക ഉയർത്തി. വടക്കേ പുന്നയൂർ സെന്ററിൽ CPM ലോക്കൽ കമ്മിറ്റി മെമ്പർ MT മുഹമ്മദ് അലി പതാക ഉയർത്തി. മാമദ് ബാവുമൽ അനുസ്മരണ പ്രസംഗം നടത്തി. ബ്രാഞ്ച് സെക്രട്ടറി അനിൽകുമാർ, പഞ്ചായത്ത് മെമ്പർ സെലീന നാസർ എന്നിവർ പങ്കെടുത്തു. തെക്കേ പുന്നയൂരിൽ പാലക്കായി കുഞ്ഞിമോൻ പതാക ഉയർത്തി. ബ്രാഞ്ച് സെക്രട്ടറി അജ്ഫൽ, ബാലൻ താണിശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. സെൻട്രൽ പുന്നയൂരിൽ വെള്ളത്തേരി മുഹമ്മദ് അലി പതാക ഉയർത്തി. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ബ്രാഞ്ച് സെക്രട്ടറി റഷീദ്, രഘു തുടങ്ങിയവർ പങ്കെടുത്തു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് സ്വച്ഛതാ ഹി സേവ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ശുചീകരണം നടത്തി. റാലിയും പ്രതിജ്ഞയും ആശുപത്രി ശുചീകരണവും നടത്തി. സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ AK ടോണി ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് സൂപ്പർവൈസർ KP മുഹമ്മദ് ഇക്ബാൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശ് ജേക്കബ്, നഴ്സിംഗ് ഓഫീസർ നിഷ ഷെരീഫ്, PRO KK ബിന്ദു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബാബു ഫ്രാൻസിസ്, KA ചന്ദ്രൻ, CG ജോസഫ്, സ്മിത ശങ്കർ എന്നിവർ നേതൃത്വം നൽകി. ജീവനക്കാരും ആശാ വർക്കർമാരും പങ്കെടുത്തു. മാലിന്യമുക്ത കേരളം കടവല്ലൂർ പഞ്ചായത്ത് തല ശുചീകരണ പ്രഖ്യാപനവും പെരുമ്പിലാവ് അൻസാർ NSS കോളേജ് വിദ്യാർത്ഥികളുടെ തെരുവു നാടകാവതരണവും നടന്നു. പഞ്ചായത്തും അൻസാർ വിമൻസ് കോളേജ് NSS യൂണിറ്റ് 137 ഹരിതകർമ്മസേനയും സംയുക്തമായാണ് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായുള്ള പഞ്ചായത്ത് തല ശുചീകരണ പ്രഖ്യാപനം നടത്തിയത്. ചടങ്ങ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ശുചീകരണ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പെരുമ്പിലാവ് സെന്ററിൽ അൻസാർ കോളേജ് വിദ്യാർത്ഥികൾ നടത്തിയ തെരുവു നാടകം വേറിട്ടതായി. തുടർന്ന് വിദ്യാർത്ഥികളും ഹരിതകർമ്മസേനയും ജംഗ്ഷനിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിന്ദു ധർമ്മൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഉല്ലാസ് കുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി AS ഷാനിബ, പഞ്ചായത്ത് അംഗങ്ങളായ ജയൻ പൂളയ്ക്കൽ, ഉഷ ശശികുമാർ, ഫസലുർ റഹ്മാൻ, സൗദ അബൂബക്കർ, ഘോഷ് കുമാർ, MN നിർമ്മല എന്നിവർ സംസാരിച്ചു. അൻസാർ വിമൻസ് കോളേജ് വിദ്യാർത്ഥികളായ ആമിന ഷാജി, ദേവി കൃഷ്ണ, നൈഷാന നസ്രിൻ, കവിത KP തുടങ്ങിയ 40ഓളം NSS വോളണ്ടിയേഴ്സ് പരിപാടിയിൽ പങ്കെടുത്തു. പ്രോഗ്രാം ഓഫീസർ ഹസീന നൌഷാദ്, അധ്യാപിക അശ്വതി PA എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് പെരുമ്പിലാവ്. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ കായിക താരങ്ങൾക്കുള്ള ജേഴ്സി വിതരണം നടന്നു. എരുമപ്പെട്ടി വിസ്മയ ജ്വല്ലറിയാണ് 40 കുട്ടികൾക്ക് ജേഴ്സി സ്പോൺസർ ചെയ്തത്. വിസ്മയ ജ്വല്ലറിയുടെ പ്രതിനിധിയും SMC ചെയർമാനുമായ MU മനാഫിൽ നിന്ന് വാർഡ് മെമ്പർ MK ജോസ്, പ്രധാന അധ്യാപികയായ KA സുജിനി, PTA പ്രസിഡന്റ് PT സുശാന്ത് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി.
MPTA പ്രസിഡന്റ് VK ജയലക്ഷ്മി, സ്റ്റാഫ് പ്രതിനിധി PA അൻവർ, PTA, MPTA, SMC കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു. പുനേർകുളം ചമ്മന്നൂർ മാഞ്ചുരക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം ഒക്ടോബർ 3 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി സരസ്വതി പൂജ, പൂജവെപ്പ്, എഴുത്തിനിരുത്തൽ, വാഹനപൂജ, നിറമാല എന്നീ വഴിപാടുകളും ലളിത സഹസ്രനാമം, ദേവി മാഹാത്മ്യ പാരായണം എന്നിവയും ഉണ്ടാകും. പൂജകൾക്ക് മേൽശാന്തി തത്തമംഗലം മന നാരായണൻകുട്ടി നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. 3-ാം തീയതി മുതൽ 13-ാം തീയതി വരെ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ലളിത സഹസ്രനാമം ചൊല്ലും. 3 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 5:30 ദേവി മാഹാത്മ്യ പാരായണം നടത്തും. കരുവളപ്പിൽ ജാനകിയുടെ നേതൃത്വത്തിൽ കുട്ടികളെ എഴുത്തിനിരുത്തും. രമാവിജയദേവി മഹാത്മ്യ പാരായണം നടത്തും. 13 വൈകിട്ട് കുട്ടികളുടെ നൃത്യങ്ങളും ഉണ്ടാകും. പൂജവെപ്പിനുള്ള പുസ്തകങ്ങൾ ഒക്ടോബർ 10 വൈകിട്ട് 6 മണിക്ക് എത്തിക്കണമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് ശിവദാസൻ പരുത്തിവളപ്പിൽ, സെക്രട്ടറി സുരേഷ് ബാബു പാലയ്ക്കൽ, വൈസ് പ്രസിഡന്റ് പുഷ്കരൻ പാറക്കാട്ട്, ജോയിന്റ് സെക്രട്ടറി രമേശ് കരുവളപ്പിൽ, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ സുനിൽ പാറക്കാട്ട്, വിജയൻ പരുത്തിവളപ്പിൽ എന്നിവർ അറിയിച്ചു. CCTV ന്യൂസ്, പുന്നേർകുളം. ജനദ്രോഹ സർക്കാരിനും പോലീസിലെ ക്രിമിനൽ വൽക്കരണത്തിനുമെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി മുസ്ലിം ലീഗ് പുന്നേർകുളം പഞ്ചായത്ത് കമ്മിറ്റി അണ്ടത്തോട് സെന്ററിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പൊതുയോഗം ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് BK മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് നേതാവും ബ്ലോക്ക് മെമ്പറുമായ മന്നലാംകുന്ന് മുഹമ്മദ് ഉണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് AK മൊയ്തുണ്ണി അധ്യക്ഷത വഹിച്ചു. നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് V മായിൻകുട്ടി, പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ ഖാദർ ഹാജി, TM ഇല്യാസ്, KH ആബിദ്, CM ഗഫൂർ, അഷ്റഫ് ചോലയിൽ, CB റഷീദ് മൗലവി എന്നിവർ സംസാരിച്ചു. തങ്ങൾപടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് AK മൊയ്തുണ്ണി, ഹുസൈൻ വലിയകത്ത്, BK മുഹമ്മദ്, KH ആബിദ്, CM ഗഫൂർ, ഷക്കീർ പുളയ്ക്കൽ, TK സുലൈമാൻ, MC ഫാറൂഖ് എന്നിവർ നേതൃത്വം നൽകി. പുന്നേർകുളം ആൽത്തറ രാമരാജ UP സ്കൂളിൽ കലോത്സവം ചിലമ്പൊലി 2024 എന്ന പേരിൽ സംഘടിപ്പിച്ചു. നാടൻപാട്ട് കലാകാരനും സിനിമാ പിന്നണി ഗായകനുമായ സുനിൽ തുഴിയൂർ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് വിനികുമാറിന്റെ അധ്യക്ഷതയിൽ പ്രധാന അധ്യാപകൻ AA സജിത് കുമാർ, ട്രസ്റ്റ് സെക്രട്ടറി KM പ്രകാശൻ, SSG കൺവീനർ P രാമദാസ്, മദർ PTA പ്രസിഡന്റ് ഷഹന തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ മാനേജർ TP ഉണ്ണി സമ്മാനദാനം നിർവഹിച്ചു. അധ്യാപകരും PTA മെമ്പർമാരും നേതൃത്വം നൽകി. 2 ദിവസങ്ങളിലാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കലോത്സവം അരങ്ങേറിയത്. 27-ന് സ്റ്റേജിതര പരിപാടികളും 30-ന് സ്റ്റേജിന് മത്സരങ്ങളും നടന്നു. ഷെൽട്ടർ ചാവക്കാടിന്റെ പ്രതിമാസ പെൻഷൻ വിതരണം അഞ്ചങ്ങാടിയിൽ നടന്നു. 200ഓളം കുടുംബങ്ങളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. 1 ലക്ഷത്തോളം രൂപ പെൻഷനായി വിതരണം ചെയ്തു. പദ്ധതിയിലേക്ക് സഹായിക്കുന്നവർക്കും പദ്ധതിക്കായി പ്രവർത്തിക്കുന്നവർക്കും വേണ്ടി പ്രത്യേകമായി നടത്തിയ പ്രാർത്ഥനാ സദസ്സിന് റേഞ്ച് മുഅല്ലിമീൻ സെക്രട്ടറി ഉസ്മാൻ ദാരിമി നേതൃത്വം നൽകി. ഷെൽട്ടർ പ്രസിഡന്റ് TK ഗഫൂർ ഹാജി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PK ബഷീർ, രക്ഷാധികാരി CBA ഫത്താഹ്, ഉപദേശക സമിതി കൺവീനർ ഷിവാസ് മുഹമ്മദ് അലി, ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കാണിയാമ്പാൽ നക്ഷത്ര ആർട്സ് സ്പോർട്സ് കൾച്ചറൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിമുക്ത കളിയിടം ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അണ്ടർ 16 ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. ആനായ്ക്കൽ ടർഫിൽ 16 ടീമുകൾ മത്സരിച്ച ടൂർണമെന്റിൽ ഇഞ്ചിക്കുന്ന് റെഡ് ആർമി വിജയികളായി. ചൊവ്വന്നൂർ അധിപൻസ് ക്ലബ്ബ് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ടൂർണമെന്റിന്റെ സമാപന പൊതുയോഗം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മൊബൈൽ ലഹരി എന്നിവയുടെ ഉപയോഗത്തിലേക്ക് വഴിതെറ്റുന്ന യുവതലമുറയെ സംരക്ഷിക്കാൻ നക്ഷത്ര കാണിയാമ്പാൽ സംഘടിപ്പിക്കുന്ന ലഹരിമുക്ത ക്യാമ്പയിനുകൾ മാതൃകാപരമാണെന്ന് ചെയർപേഴ്സൺ അഭിപ്രായപ്പെട്ടു. നക്ഷത്ര ചെയർമാൻ KA രാഹുൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷബീർ, കൌൺസിലർമാരായ VK സുനിൽകുമാർ, വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഒക്ടോബർ 1 കോടിയേരി ബാലകൃഷ്ണൻ ഓർമ്മദിനത്തിൽ CPM പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ പ്രഭാത ബൊയേരിയോടുകൂടി ദിനാചരണത്തിന് തുടക്കമായി. കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം NK ഹരിദാസൻ പതാക ഉയർത്തി. ലോക്കൽ സെക്രട്ടറി AA മണികണ്ഠൻ, KK സുനിൽകുമാർ, AK സതീശൻ, PC ചന്ദ്രൻ, മിന്റോ റെന്നി എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലുള്ള 10 ബ്രാഞ്ചുകളിലും കോടിയേരി ബാലകൃഷ്ണൻ അനുസ്മരണവും നടത്തി. പുന്നേർകുളം പഞ്ചായത്ത് തൃപ്പറ്റ ആയുഷ് കോംപ്ലക്സിൽ സ്ഥാപിച്ച ഷീ ഫിറ്റ്നസ് സെന്റർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് EK നിഷാർ, മെമ്പർമാരായ ബിന്ദു, ശോഭ പ്രേമൻ, ഹാജിറ, ട്രെയിനർ EA റാബിയ എന്നിവർ സംസാരിച്ചു.
ജില്ലാ പഞ്ചായത്ത് 5 ലക്ഷം രൂപ ചെലവിട്ടാണ് ചെസ്റ്റ് പ്രസ്, ഷോൾഡർ പ്രസ്, അഡ്ജസ്റ്റബിൾ ബെഞ്ച്, ലാറ്റ് പുൾ ഡൌൺ, ലെഗ് എക്സ്റ്റൻഷൻ, സൈക്കിൾ തുടങ്ങിയ 7 ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. തൃപ്പറ്റ ആയുഷ് കോംപ്ലക്സിന്റെ മുകളിലാണ് ഫിറ്റ്നസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ 7 വരെയുമാണ് ക്ലാസ്. 500 രൂപ പ്രവേശന ഫീസും 300 രൂപ പ്രതിമാസ ഫീസും നൽകണം. നാടിന്റെ കലാസാംസ്കാരിക മണ്ഡലത്തിലും ജീവകാരുണ്യ മേഖലയിലും കഴിഞ്ഞ 10 വർഷത്തോളമായി പ്രവർത്തിച്ചുവരുന്ന കൊച്ചന്നൂർ പൂമുഖം സാംസ്കാരിക വേദിയുടെ ഓഫീസ് സമുച്ചയമായ പൂമുഖം സാംസ്കാരിക നിലയം ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്യും. പരിമിതമായ സൗകര്യങ്ങളോടെയാണെങ്കിലും കൊച്ചന്നൂർ സെന്ററിനോട് ചേർന്ന 24 സെന്റ് സ്ഥലത്ത് നിർമ്മിച്ച സാംസ്കാരിക നിലയം വൈകിട്ട് 4 മണിക്കാണ് സമർപ്പിക്കുന്നത്. ഒപ്പം ഇവിടെ പ്രവർത്തിക്കാനൊരുങ്ങുന്ന വായനശാലയുടെ ഉദ്ഘാടനം നടനും എഴുത്തുകാരനുമായ BK ശ്രീരാമനും, കോൺഫറൻസ് റൂമിന്റെ ഉദ്ഘാടനം വിഖ്യാത പ്രഭാഷകനും സാമൂഹ്യ വിമർശകനുമായ പ്രൊഫസർ സുനിൽ P. ഇളയിടവും നിർവഹിക്കും. പ്രധാന കവാടത്തിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിന്റെ അനാച്ഛാദനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിലും, വായനശാലയുടെ ആദ്യ പുസ്തക വിതരണോദ്ഘാടനം വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീലും നിർവഹിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് തെക്കുമുറി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു പള്ളിക്കര, വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ മാക്കാലിക്കൽ, വാർഡ് മെമ്പർ ഹഫിയമോൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് പൊതുസമ്മേളനം, സിനിമാ ഡോക്യുമെന്ററി പ്രദർശനവും ഉണ്ടാകും. CCTV ന്യൂസ്, പുന്നയൂർകുളം. സ്വച്ഛ് ഭാരത് ദിനാചരണത്തിന്റെ ഭാഗമായി ബസ് സ്റ്റോപ്പ് പരിസരം വൃത്തിയാക്കി. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ തൃശൂർ കുന്നംകുളം പാതയിലെ ചൂണ്ടൽ സെന്ററിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പരിസരമാണ് വൃത്തിയാക്കിയത്. CGPA കുന്നംകുളം പ്രസിഡന്റ് PC ജോർജ്, സെക്രട്ടറി PA ഭാസ്കരൻ എന്നിവർ നേതൃത്വം നൽകി. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി വടക്കേക്കാട് ICA ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാർ മന്നലാംകുന്ന് കടൽ തീരം പ്ലാസ്റ്റിക് വിമുക്തമാക്കി. 7 ചാക്ക് പ്ലാസ്റ്റിക് മാലിന്യം കുട്ടികൾ ശേഖരിച്ചു. തുടർന്ന് കേരള സർക്കാരിന്റെ സെനോ ടു ഡ്രഗ്സിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ പോസ്റ്ററുകൾ ബീച്ചിലെ മരത്തിൽ സ്ഥാപിച്ചു. ലഹരി വിരുദ്ധ റാലിയും നടത്തി. 1ാം വർഷ 2ാം വർഷ വളണ്ടിയർമാർ പങ്കെടുത്തു. NSS പ്രോഗ്രാം ഓഫീസർ രാജീവ് ബെന്നി, അറബിക് HOD മുഫീദ ടീച്ചർ എന്നിവർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. രാവിലെ നടന്ന സ്കൂൾ അസംബ്ലിയിൽ കുട്ടികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. കുന്നംകുളം ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ നവീകരിച്ച വെബ്സൈറ്റിന്റെ ലോഞ്ചിംഗ് മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC നിർവഹിച്ചു. പ്രിൻസിപ്പാൾ ഡോക്ടർ CL ജോഷി അധ്യക്ഷത വഹിച്ചു. KV ലീന, ഫാസിൽ ബാപ്പു, M രശ്മി, സയ്യിദ് ഹാരിസ്, ജോൺ ക്ലിൻഡർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ എഡോൺ കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. തുടർന്ന് 2ാം വർഷ വിദ്യാർത്ഥികളുടെ വിദേശ പഠനയാത്രയോടനുബന്ധിച്ച് രക്ഷാകർതൃ യോഗവും സംഘടിപ്പിച്ചു. ചാവക്കാട് കൺസോൾ മെഡിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 15ാം വാർഷികം ആഘോഷിച്ചു. കൺസോൾ ഓഫീസിൽ ഭാരവാഹികൾ കേക്ക് മുറിച്ചു. പ്രസിഡന്റ് ജമാൽ താമരത്ത് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PM അബ്ദുൾ ഹബീബ്, CK ഹക്കീം ഇംബാദ്, CM ജനീഷ്, ധന്യ, സൈനബ തുടങ്ങിയവർ സംസാരിച്ചു. ട്രഷറർ V കാസിം നന്ദി പറഞ്ഞു. ബദനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സൈക്ലിംഗ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളോടൊപ്പം സൈക്ലിംഗ് സവാരി നടത്തി എരുമപ്പെട്ടി സബ് ഇൻസ്പെക്ടർ U മഹേഷാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. സൈക്കിൾ സവാരി കുറഞ്ഞുവരുന്ന കാലഘട്ടത്തിൽ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ശാരീരിക വ്യായാമം കൂടിയാണ് സൈക്കിൾ സവാരി എന്നതും അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു. മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OIC, ഡോക്ടർ CL ജോഷി എന്നിവർ സംസാരിച്ചു. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിലെ വിശ്വാസ പരിശീലന ദിനാഘോഷം നടന്നു. പൊതുസമ്മേളനം ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ ജെന്നി തെരേസ് ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. 25 വർഷത്തെ മികച്ച സേവനത്തിനുള്ള പുരസ്കാരത്തിന് അർഹനായ അധ്യാപകൻ മനു ജോണിനെ അസിസ്റ്റന്റ് വികാരി ഫാദർ എഡ്വിൻ ഐനിക്കൽ ആദരിച്ചു. ബദനി കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ റിയ റോസ്, കൈക്കാരൻ ഡേവിസ്, KPTA പ്രസിഡന്റ് സൈസൺ മാറോക്കി എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ ജെയിൻ ചെമ്മണ്ണൂർ സ്വാഗതവും സിസ്റ്റർ ബവിത നന്ദിയും പറഞ്ഞു. കുട്ടികളുടെ കലാവിരുന്നും വാർഷിക പരീക്ഷാ വിജയികൾക്കും മുഴുവൻ ഹാജരുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സമ്മാന വിതരണവും നടന്നു. കാട്ടകമ്പാൽ കാഞ്ഞിരത്തിങ്കൽ യുവജന വായനശാലയുടെ സ്ഥാപകാംഗവും പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിക്കുകയും ചെയ്ത PK ജെയിംസ് മാസ്റ്ററുടെ അനുസ്മരണവും ഫോട്ടോ അനാച്ഛാദനവും നടത്തി. ലൈബ്രറി കൌൺസിൽ പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ KT ഷാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് MV സുനീഷ്, സെക്രട്ടറി KS റോയ്സൺ എന്നിവർ സംസാരിച്ചു. കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി.
പുന്നേർകുളം അണ്ടത്തോട് കുമാരൻപടി ടീം കളിക്കളത്തിന്റെ 16ാമത് ഓണാഘോഷങ്ങൾ സമാപിച്ചു. കുമാരൻപടി സെന്ററിൽ ടീം കളിക്കളത്തിന്റെ അംഗങ്ങൾ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് തുടക്കം കുറിച്ചു. അണ്ടത്തോട്, പെരിയമ്പലം, പറപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള വനിതകളുടെയും അമ്മമാരുടെയും നേതൃത്വത്തിൽ കൈകൊട്ടിക്കളി, തിരുവാതിരക്കളി, വട്ടക്കളിപ്പാട്ട് തുടങ്ങി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കൂട്ടായ്മ പ്രസിഡന്റ് ഷഹീർ, സെക്രട്ടറി സനോജ്, ട്രഷറർ CS സുനിൽ, ഭാരവാഹികളായ സുബ്രഹ്മണ്യൻ കളത്തിങ്ങൽ, സന്തോഷ് ബാബു, അനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്റ്ററി വിഭാഗത്തിൽ ബാംഗ്ലൂരിലെ MS രാമയ്യ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസ് നിന്നും ഡോക്ടറേറ്റ് നേടി ഡോക്ടർ ധന്യ. ഐക്കിക്കാവ് PSM കോളേജ് ഓഫ് ഡെന്റൽ സയൻസസ് ആൻഡ് റിസർച്ചിൽ പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്റ്ററി വിഭാഗത്തിൽ ടീച്ചിംഗ് ഫാക്കൽറ്റിയാണ്. ചാവക്കാട് കോഴിക്കുളങ്ങര ക്ഷേത്രത്തിനടുത്ത് താമസിക്കുന്ന പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാമചന്ദ്രൻ, ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സൂര്യ ദമ്പതികളുടെ മകളാണ് ഡോക്ടർ ധന്യ. അക്കിക്കാവ് വിവേകാനന്ദ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്റർ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഫ്ളാഷ് മോബ്, ബോധവൽക്കരണ റാലി എന്നിവ സംഘടിപ്പിച്ചു. വൃത്തിയുള്ള അന്തരീക്ഷം മാത്രമാണ് ആരോഗ്യമുള്ള സമൂഹത്തിന് നിർണായകമെന്ന ഗാന്ധിജിയുടെ ആശയത്തെ ആധാരമാക്കിയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. തുടർന്ന് കോളേജ് പരിസരം വൃത്തിയാക്കി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7020 രൂപ, പവന് 56,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 98 രൂപ. ചരമം KCB റിട്ടയേർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പെങ്ങാമുക്ക് മൂലേപ്പാട് കൊള്ളന്നൂർ വീട്ടിൽ കൊച്ചു ഉക്രു നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 12-ന് മൂലേപ്പാട് കുടുംബ സെമിത്തേരിയിൽ നടത്തും. വത്സ ഭാര്യയും ഡെന്നി, ബിന്നി എന്നിവർ മക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയായി പുതുമന ശ്രീജിത്ത് നമ്പൂതിരി രാത്രി സ്ഥാനമേറ്റു. ക്ഷേത്രത്തിൽ 12 ദിവസത്തെ ഭജന കഴിഞ്ഞായിരുന്നു സ്ഥാനമേൽക്കൽ. അടുത്ത 6 മാസമാണ് കാലാവധി. കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോടെ ജൽജീവൻ പദ്ധതിയുടെ മണ്ണുപയോഗിച്ച് CPM കോൺഗ്രസ് മെമ്പർമാരും നേതാക്കളും ചേർന്ന് വ്യാപകമായി വയലുകൾ നികത്തുകയാണെന്നാരോപിച്ച് BJP രംഗത്ത്. നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നത അധികാരികൾക്ക് പരാതി നൽകിയതായും BJP നേതൃത്വം. പ്രസിദ്ധമായ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ ഓർമ്മ പെരുന്നാൾ ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. പെരുന്നാളിന്റെ ഭാഗമായുള്ള ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മവും പ്രവാസി കൂട്ടായ്മയുടെ ആഘോഷവും നടന്നു. പഴഞ്ഞി പെരുന്നാൾ CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. വാഴാനി വടക്കാഞ്ചേരി പുഴയുടെ നവീകരണത്തിന്റെ ഭാഗമായി റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അന്തിമഘട്ട പരിശോധന നടന്നു. വേലൂർ പഞ്ചായത്തിലെ തണ്ടിലം, എരുമപ്പെട്ടി പഞ്ചായത്തിലെ മുട്ടിക്കൽ എന്നിവിടങ്ങളിലാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം നടത്തുന്നത്. MLA AC മൊയ്തീന്റെ നേതൃത്വത്തിൽ കിഫ്ബി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.